എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഏതൊരു പത്രം അങ്ങനെ എഴുതി കണ്ടു. എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ, ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്നു PJ ആർമി. അപ്പോൾ PJ ആർമിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തല്ലോ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നു. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. പോലീസ് സേനയെ സംബന്ധിച്ച് ചില പരാതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് സംബന്ധിച്ച് ഭരണ നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് സമൂഹം അംഗീകരിക്കേണ്ടത്. CPIM എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കരുത്തിനെ ശരിയായി മനസ്സിലാക്കാതെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി അനുഭാവികൾക്കിടയിലും മറ്റും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. പെയ്ഡ് ന്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തകളോടെല്ലാം ഓരോന്നിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഞാൻ പറഞ്ഞു, പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല.